തിരുവനന്തപുരം പുത്തൻകോട് നവജാത ശിശുവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സരിത സജി ദമ്പതികളുടെ മകൻ ശ്രീദേവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തി. കുട്ടിയുടെ അമ്മയെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ടിൻറ്റു കൊണ്ട് ഇപ്പോൾ കുട്ടിയുടെ ഈ മരണം സംഭവിച്ച വീട്ടിൽ നിന്ന് ടിൻറ്റു എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്? എന്താണ് സംഭവിച്ചത്? എന്താണ് ഈ കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത്? ആരാണ് ഇതിന് പിന്നിൽ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഉമേഷ്, ഇപ്പോൾ സുരിത പുത്തൻകോട് പോലീസ് സ്റ്റേഷനിലാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്ടിയുടെ വീട്ടിലാണ്. 36 മാസം പ്രായമുള്ള കുട്ടിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് നമുക്ക് ഇവിടെയുള്ളവരുടെ തന്നെ ചോദിക്കാം. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? എന്താണ് ഉണ്ടായത്? ഞാൻ വെളുപ്പിലെ 5 മണിക്കാണ് ഈ സംഭവം അറിയുന്നത്. അപ്പോഴത്തന്നെ ഇവിടെ വന്നു. ഇവിടെ വരുമ്പോൾ പോലീസും മാധ്യമ സുഹൃത്തുക്കളെല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഈ കുട്ടിയുടെ അപ്പൂപ്പനും മറ്റും പറയുന്നത് രാത്രി 2 മണി വരെയും ഈ കുഞ്ഞ് അമ്മയുടെ അടുത്തുണ്ടായിരുന്നു. 2:30 മണിക്ക് ശേഷം അമ്മ എണീറ്റ് നോക്കുമ്പോഴാണ് കുഞ്ഞിനെ കാണാനില്ല. അങ്ങനെ ഈ പരിസരത്തെല്ലാം അന്വേഷിച്ച സമയത്ത് അവസാനം കണ്ടെത്തിയത് കിണറിൽ നിന്നാണ്. അത് കിണറിൽ കാണാൻ കാരണം ഈ കുഞ്ഞിനെ പൊതിഞ്ഞിരുന്ന തോർത്ത് ആ കിണറ്റിൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും അത് കൊലപാതകം തന്നെയാണ്, അതിൽ മറ്റു സംശയമൊന്നുമില്ല. കാരണം 36 വയസ്സുള്ള നൂലുകെട്ട് ചടങ്ങ് പോലും കഴിഞ്ഞിട്ടില്ല. അടുത്ത ഞായറാഴ്ചയാണ് ചടങ്ങ് തീരുമാനിച്ചിരുന്നത്. എന്താണ് സംഭവിച്ചത്, ആരാണ് ചെയ്തതെന്നുള്ളത് ഇതൊരു വ്യക്തമായിട്ടില്ല. പോലീസ് അന്വേഷണം തുടരുന്നതേ ഉള്ളൂ. തീർച്ചയായും ഉമേഷ്, ഈ വീടിന്റെ പുറകുവശത്താണ് കിണറുള്ളത്. 2 മണിയോട് കൂടി കുട്ടീനെ കാണാനില്ലായിരുന്നു. അങ്ങനെ കുട്ടിയുടെ അച്ഛൻ സജിയാണ് പോത്തൻകോട് പോലീസിനെ വിളിച്ചറിയിക്കുന്നത്. തുടർന്ന് പോലീസ് വീടിന്റെ പരിസരത്ത് അന്വേഷിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ കിണറിന്റെ സൈഡിൽ തോർത്ത് ആ കുട്ടിയെ മൂടിയിരുന്ന ടവൽ കാണാം. അപ്പോൾ ആ പിങ്ക് നിറത്തിലുള്ള ഈ ടവൽ കിണറിന്റെ പുറത്ത് കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് പോലീസ് ഫയർഫോഴ്സിനെ വിളിച്ചറിയിക്കുന്നത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ കിണറിൽ അന്വേഷിക്കുന്ന സമയത്ത് കുട്ടിയുടെ മൃതദേഹം കിട്ടിയത്. 36 ദിവസം മാത്രമാണ് കുഞ്ഞിന് പ്രായമുള്ളത്. സുരിത സജിത് ദമ്പതികളുടെ 2ാമത്തെ കുഞ്ഞാണ് ഇത്തരത്തിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയതെന്നാണ് നമുക്ക് മാതാവിനെ ചോദ്യം ചെയ്തുകൊണ്ട് പറച്ചിൽ ചില പൊരുത്തക്കേടുകൾ തോന്നില്ലേ? ഈ കുട്ടി അമ്മയോടൊപ്പം കിടന്നുറങ്ങിയെന്ന് പറയുമ്പോൾ ആ മുറിയിലേക്ക് കയറി ചെല്ലാൻ കഴിയുന്നത് ഒരു പക്ഷെങ്കിൽ ആ വീട്ടിലെ അടുപ്പമുള്ള ബന്ധുക്കൾക്ക് മാത്രമാണ്. അങ്ങനെയെങ്കിൽ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു? എന്താണ് എന്തെങ്കിലും സൂചനകൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? എന്താണ് ഇതിന് പിന്നിലെ കാരണമെന്നതിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഉമേഷ് തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ വീട്ടിൽ നിന്നും പുറത്തു നിന്ന് ഒരാൾക്ക് വരാൻ ഈ വീട്ടിലകത്തേക്ക് വരാൻ സാധിക്കില്ല. അപ്പോൾ അത്തരത്തിൽ വീട്ടുകാരെയും കേന്ദ്രീകരിച്ചുള്ളൊരു അന്വേഷണം തന്നെയാണ് പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമ്മയും അതുപോലെ തന്നെ കുട്ടിയുടെ അമ്മയും അച്ഛനുമായി എന്തെങ്കിലും പ്രശ്നം നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാക്ക് തർക്കങ്ങൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടന്നു വരികയാണ്. എന്നാലും അയൽവക്കത്തുള്ളവരൊക്കെ ഏതാണ്ട് അമ്മയെ തന്നെയാണ് അമ്മയുടെ നേരെയാണ് വിരലുകൾ ചൂണ്ടുന്നത്. അമ്മയെ ശരിയായ രീതിയിൽ ചോദ്യം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. 36 ദിവസം മാത്രം പ്രായമായൊരു കുഞ്ഞ് എങ്ങനെയാണ് വെളുപ്പിന് കിണറ്റിനകത്തേക്ക് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണത്തിൽ പോവുകയാണ്. അമ്മ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. വീട്ടുകാർ ഇവിടെ നിലവിലിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീട്ടിൽ കുട്ടിയുടെ ബന്ധുക്കൾ ആരും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നാട്ടുകാർ മാത്രമാണ് ഈ പ്രദേശത്ത് തടിച്ചു കൂടിയിട്ടുള്ളത്. അപ്പോൾ ഇത് 2ാമത്തെ കുഞ്ഞാണ്. അപ്പോൾ അത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദം മൂലം എന്തെങ്കിലും ചെയ്തതാണോ എന്ന് കൂടി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പോലീസ് നടത്തിയ വ്യാപകമായ അന്വേഷണത്തിലാണ് കുട്ടിയുടെ മൃതദേഹം കിണറ്റിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സംഭവത്തെ പറ്റി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നാട്ടുകാരൊക്കെ ഈ പ്രദേശത്ത് തടിച്ചു കൂടിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് വിശദമായി അറിയാൻ സാധിക്കും. ശരി ടിൻറ്റു, എന്താണ് സംഭവിച്ചതെന്ന് വരുന്ന മണിക്കൂറുകളിൽ ടിൻറ്റുവിൽ തന്നെ തുടർ വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട്.